നമസ്കാരം. ഇറാനിൽ വിലക്കയറ്റത്തിനെതിരായ പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ ഭരണകൂടത്തിനെതിരെ രൂക്ഷമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ഭരണകൂടം അക്രമം അഴിച്ചുവിട്ടാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. രാജ്യത്തെ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഞായറാഴ്ച മുതൽ കുറഞ്ഞത് 7 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിൽ ഇന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പ്രതിഷേധങ്ങൾ വെറും സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രതിഫലനം മാത്രമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിന്റെ ക്രൂരമായ പരീക്ഷണശാലയിലേക്കുള്ള മറ്റൊരു വാതിൽ കൂടിയാണ്. കറൻസി തകർച്ചയും സാമ്പത്തിക വളർച്ചയുടെ പൂർണ്ണമായ മന്ദഗതിയും ആകാശത്തോളം ഉയർന്ന പണപ്പെരുപ്പവും സാധാരണ ഇറാനിയൻ ജനതയെ തെരുവിലിറക്കുമ്പോൾ ആ ജനകീയ കോപത്തിന്റെ മീതെ കയറി വീണ്ടും ഒരു രക്ഷകൻ എന്ന വ്യാജമുഖമണിയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഭരണകൂടം സമാധാനപരമായ പ്രതിഷേധക്കാരെ അടിച്ചമർത്തരുത്, US അവരെ രക്ഷിക്കാൻ വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് മാനവികതയുടെ ശബ്ദമെന്ന് വിലയിരുത്താൻ കഴിയില്ല. മറിച്ച് ലോകം കണ്ട അമേരിക്കൻ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് എന്ന് മാത്രമേ ഇതുവരെ ട്രംപിനെ കണ്ട ലോകത്തിന് മുഴുവൻ വിലയിരുത്താൻ കഴിയൂ. ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു, പോകാൻ സജ്ജരാണ് എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ചു. കറൻസിയിലെ കുത്തനെ ഇടിവ്, സാമ്പത്തിക സ്തംഭനം, ഉയർന്ന പണപ്പെരുപ്പം എന്നിവയാണ് ഈ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണം. തലസ്ഥാനമായ ടെഹ്റാനിൽ ഞായറാഴ്ച കടയുടമകൾ തെരുവിലിറങ്ങിയതോടെയാണ് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമായി. പടിഞ്ഞാറൻ ഇറാനിലെ ലോർഗൻ, മധ്യപ്രവിശ്യയിലെ ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിലും സുരക്ഷാ സേനയും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ചൊവ്വാഴ്ച വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ പ്രകടനങ്ങളിൽ പങ്കെടുത്തതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിവിധ പ്രവിശ്യകളിലേക്ക് വ്യാപിച്ച പ്രതിഷേധങ്ങൾ ചിലയിടങ്ങളിൽ സുരക്ഷാ സേനയുമായുള്ള മാരക ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു. അതേസമയം ചില സായുധാക്രമികൾ ഈ അവസരം മുതലെടുത്തതായി ഇറാനിലെ ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അധികൃതർ പിന്നീട് നിരവധി പേരിൽ നിന്ന് തോക്കുകൾ പിടിച്ചെടുത്തതായും കൂട്ടിച്ചേർത്തു. പ്രതിഷേധങ്ങൾക്കിടെ വാണിജ്യ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം മൂലം ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലാണ്. ഇറാന്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത ആശങ്കയ്ക്ക് കാരണമായതാണ് ഈ ഉപരോധത്തിലേക്ക് നയിച്ചത്. ജൂണിൽ ഇസ്രയേലുമായി നടന്ന 12 ദിവസത്തെ സംഘർഷവും രാജ്യത്തെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യം തകർക്കപ്പെടുമ്പോൾ മൗനം പാലിച്ച അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം മനുഷ്യാവകാശങ്ങളെ ഉപയോഗിക്കുന്നതിന്റെ തെളിവാണ് ട്രംപിന്റെ വാക്കുകൾ. ഇറാനിലെ പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ സ്വാഭാവിക അസന്തോഷത്തിന്റെ പ്രതിഫലനമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ആ ജനകീയ വികാരത്തെ ആയുധമാക്കി മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സമീപനം അപകടകരമാണ്. ട്രംപ് സംസാരിക്കുന്നത് ഇറാനിയൻ ജനതയുടെ വേദനയെ കുറിച്ചല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള തന്റെ പഴയ സാമ്രാജ്യത്വ ശീലങ്ങളാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ നിലപാട് ലോകത്തിനൊരു വ്യത്യസ്ത മാതൃകയായി ഉയർന്നു നിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ആഭ്യന്തര പ്രതിഷേധങ്ങളെയും അന്താരാഷ്ട്ര പ്രതിസന്ധികളെയും കൈകാര്യം ചെയ്യുന്നത് ഉത്തരവാദിത്വത്തോടെ, സ്വാധീനമോ ഭീഷണിയോ ഉപയോഗിക്കാതെ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിച്ചാണ്. രക്ഷ എന്ന പേരിൽ യുദ്ധവും കലാപവും കയറ്റുമതി ചെയ്യുന്ന അമേരിക്കൻ ശൈലിയോട് പൂർണ്ണമായി വിരുദ്ധമാണ് ഇന്ത്യയുടെ വിദേശ നയം. ട്രംപ് പറഞ്ഞതുപോലെ അമേരിക്ക രക്ഷിക്കാൻ ഇറങ്ങിയാൽ അതിന്റെ അന്ത്യം എവിടെയാണെന്ന് ഇറാഖും അഫ്ഗാനിസ്ഥാനും ലിബിയയും ലോകത്തെ പഠിപ്പിച്ച പാഠങ്ങളാണ്. ഇറാനിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് പിന്നിൽ ഉപരോധ രാഷ്ട്രീയവും ആഗോള ശക്തികളുടെ ഇടപെടലുകളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ യാഥാർത്ഥ്യം മറച്ചുവെച്ച് വീണ്ടും ഒരു നീതിപാലകനായി ട്രംപ് രംഗത്തെത്തുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ നാടകീയത മാത്രമാണ്. ഇറാനിലെ തെരുവുകളിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ ഒരു ജനതയുടെ ജീവിക്കാനുള്ള അവസാന നിലവിളിയാണ്. പക്ഷേ ആ നിലവിളിയെ സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്കായി ഉപയോഗിക്കുന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് സമാധാനത്തിനുള്ള വിളയല്ല, മറിച്ച് പുതിയ സംഘർഷങ്ങളുടെ വിത്താണ് വിതയ്ക്കുന്നത്. ട്രംപ് വീണ്ടും ഇറാനെ ലക്ഷ്യമിട്ട് ഭീഷണി മുഴക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു അസ്ഥിരതയുടെ കാലം വരുമെന്ന സൂചനയാണ്. എന്നാൽ ഇന്ത്യ സ്വന്തം സാമ്പത്തിക വളർച്ചയിലൂടെയും ആത്മനിർഭർ ഭാരതിലൂടെയും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ആഭ്യന്തര ശക്തിയാണ്. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാണ്. ഇറാനിലെ ജനങ്ങൾക്ക് ആവശ്യമായത് വിദേശ സൈനിക ഇടപെടലല്ല, മറിച്ച് സ്ഥിരതയും സാമ്പത്തിക പുനരുജ്ജീവനവുമാണ്. അത് സാധ്യമാവുക അമേരിക്കൻ ഭീഷണികളിലൂടെ അല്ല, ഉത്തരവാദിത്വമുള്ള ആഗോള സഹകരണത്തിലൂടെ.